ഓക്ലൻഡ് നൈറ്റ് മാർക്കറ്റ് ഒന്ന് കണ്ടാലോ? ഇത്തവണ ഞങ്ങൾ നൈറ്റ് മാർക്കറ്റിൽ പോയപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ആഴ്ചയിൽ 7 ദിവസവും ഓക്ലാൻഡിൽ നൈറ്റ് മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ ദിവസവും ഓരോ ലൊക്കേഷനുകളിലാണ്. ഈ കാണുന്നത് ഹെൻഡേഴ്സൺ എന്ന സ്ഥലത്ത് ബേസ്മെൻറ്റ് കാർ പാർക്കിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു ജാപ്പനീസ് സ്റ്റോളാണ്. ഇവിടെ അവർ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് കണ്ടോ? നമ്മുടെ നാട്ടിലെയൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ അതേ അച്ചിലാണ് അവർ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിലെല്ലാം ഫില്ലിങ് പ്രോൺസും ഒക്ടോപ്പസും ഒക്കെയാണ്. ഇത് ഞങ്ങളുടെ സ്ഥിരം ജ്യൂസിൻ്റെ സ്റ്റോളാണ്. ഈ ജ്യൂസിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള പേൾസ് ചൂസ് ചെയ്യാൻ പറ്റും. ഈ പേൾസും എഡിബിളാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഈ സ്റ്റോളുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് പല നാഷണാലിറ്റീസ് എന്നുള്ള ആൾക്കാരാണ്. ന്യൂസിലാൻഡിൽ നിന്നുള്ളവർ, ചൈനീസുകാർ, ജാപ്പനീസ്, കൊറിയൻസ്, ഇന്ത്യക്കാർക്കും സ്റ്റോളുകളുണ്ട്. 90% കൂടുതൽ സ്റ്റോളുകളിലും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കിങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ കാണുന്ന ചിക്കൻ പോക്കറ്റ്സിലെ ഒന്ന് ഞങ്ങളും വാങ്ങിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു അത്. ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫുഡ് ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ചിക്കനും മീറ്റും ഫിഷും മാത്രമല്ല, ഇതേപോലെ ഡെസേർട്ട്സിൻ്റെ കുറേ കടകളുണ്ട്. ഈ കാണുന്നത് വേഫേഴ്സ് വിത്ത് ഐസ്ക്രീം ഷോപ്പാണ്. ഇവിടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിലെ ഒരു മെയിൻ ഐറ്റമാണ് ഈ കാണുന്ന ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്ക്സ്. ചെറിയ മധുരം ഉള്ളതിനാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇത്. ഈ നൈറ്റ് മാർക്കറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൈസ് റേഞ്ചും അതേപോലത്തെ ഫുഡ് ക്വാളിറ്റിയാണ്. നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നതിനേക്കാൾ ചീപ്പർ ഓപ്ഷൻസ് ഇവിടെയുണ്ട്. പക്ഷേ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ഈ കാണുന്ന സ്ട്രോബെറീസിലെല്ലാം നമുക്ക് വേണമെങ്കിൽ മെൽറ്റഡ് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഐസ്ക്രീംസ് ടോപ്പിംഗ് ചെയ്ത് തരും. ഇവിടുന്ന് ഞങ്ങൾ വാങ്ങിച്ച സ്മാഷ് ബർഗർ നല്ല ടേസ്റ്റി ആയിരുന്നു. ഇവിടെ എവിടെ ഫുഡ് ഇവൻറ്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. പൊട്ടറ്റോ ട്വിസ്റ്റേഴ്സ് എന്നാണ് തോന്നുന്നു പറയുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണത്. ഫുഡിൻ്റെ കടകൾ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. ഈ കാണുന്ന പോലെ ടോയ്സിൻ്റെ കുറേ സ്റ്റോളുകളുണ്ട് ഇവിടെ. അതുപോലെ ഫോൺ റിപ്പയർ ഷോപ്പുകളുണ്ട്, ക്ലോത്തിങ്സ് ഉണ്ട്, ബാഗ്സിൻ്റെ ഒക്കെ കടകളുണ്ട് ഇവിടെ. ഈ കാണുന്ന സൺഗ്ലാസുകളുണ്ടല്ലോ, ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്. പല ബ്രാൻഡുകളുടെ പേഴ്സുകളും ബാഗുകളുടെയും ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ്സും ഇവിടെ കിട്ടും. അങ്ങനെ നല്ല ഫുഡുകളും അതിൻ്റെ രുചികളും എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.